ഇപ്പൊ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വെറും ഒരു ഗൾഫ് വാറാണോ അതോ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാണോ? പറഞ്ഞു വരുന്നത് നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിനെ കുറിച്ചാണ്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിയാം, ഞാൻ വിനയ. പുതിയൊരു ലോക വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ യുദ്ധം അതിതീവ്രമായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനുമേല് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണം വർദ്ധിച്ചപ്പോൾ ഇറാൻ ശക്തമായിട്ട് തിരിച്ചടിച്ചു. ഇന്നിപ്പോ ഏറ്റവും നമുക്ക് സങ്കടകരം എന്ന് പറയുന്നത് UAE-യിൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അബുദാബിയിൽ 2 വ്യക്തികൾ മരിച്ചിട്ടുണ്ട്. അത് ഇറാന്റെ മിസൈൽ ആക്രമണത്തിന്റെ പരിണിത ഫലമായി ഉണ്ടായത് എന്നാണ് ഒഫീഷ്യലി റിപ്പോർട്ടുകൾ വരുന്നത്. എനിവേസ്, ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റിന് മേല് ഇസ്രായേൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ആക്രമണമാണ് യുദ്ധത്തെ ഇത്രയും തീവ്രതയിലേക്ക് നയിച്ചത്. അതുകൂടാതെ ടോട്ടലി UAE-യിൽ 11 ആളുകൾ ഈ യുദ്ധത്തോടനുബന്ധിച്ച് മരിച്ചിട്ടുണ്ട്, സൈനികർ ഉൾപ്പെടെ. ഇന്ന് മരിച്ച 2 പേര് സിവിലിയൻസ് ആണ്. അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ യുദ്ധം ഏറ്റവും തീവ്രതയിൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്ക ഇറങ്ങിക്കളിക്കാൻ തീരുമാനിച്ചു. അമേരിക്കയുടെ ഇപ്പോഴത്തെ ടാർഗറ്റ് ഏതാണെന്ന് അറിയണ്ടേ? ഇറാന്റെ ഖാർഗ് ഐലൻഡ്. എന്തുകൊണ്ടായിരിക്കും അമേരിക്ക ഖാർഗ് ഐലൻഡിനെ ടാർഗറ്റ് ചെയ്തത്? ഒരു കാര്യമുള്ളൂ, ഇറാന്റെ മേജർ ഓയിൽ എക്സ്പോർട്ടിംഗ് സൈറ്റ് ആണ് ഖാർഗ് ഐലൻഡ്. ഇറാനിൽ നിന്ന് 90% ഓയിലും കയറ്റുമതി ചെയ്യുന്നത് ഖാർഗ് ഐലൻഡിൽ നിന്നാണ്. സോ അമേരിക്ക എല്ലായിടത്തും ഓയിൽ പ്ലാന്റ്സിനെയാണ് അവർ ടാർഗറ്റ് ചെയ്തത്. ഇപ്പൊ വെനസ്വേലയിലാണെങ്കിലും ഓയിലിനെയാണ് അവർ ടാർഗറ്റ് ചെയ്തത്. അവർ ഇറാനിലും ഓയിലിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഖാർഗ് ഐലൻഡ് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ തന്നെ 90% ഓയിൽ എക്സ്പോർട്ടിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് അമേരിക്കയോട് സാധിക്കും. അപ്പൊ അതാണ് ഇതിന്റെ പിന്നിലെ ഉദ്ദേശം. അതിലിപ്പോ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് അവര് ലാൻഡ് അറ്റാക്ക് ചെയ്യാൻ പോവാണെന്നാണ് പറഞ്ഞത്. ഡയറക്റ്റ് ആയിട്ട് സൈനിക നീക്കം ഇറാന്റെ ലാൻഡിലേക്ക് നടത്താൻ പോവാണെന്നാണ് നമുക്ക് ഒഫീഷ്യലി കിട്ടിയിരിക്കുന്ന ന്യൂസസ്. ഇത് എത്രത്തോളം വാസ്തവമാണ് അല്ലെങ്കിൽ എത്രത്തോളം കറക്റ്റ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പലയിടത്തും അറ്റാക്കുകൾ നടക്കുന്നുണ്ട്, ഒത്തിരി ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യൽ ന്യൂസസ്, അവിടെ ഒഫീഷ്യൽ എന്ന് പറഞ്ഞു വരുന്ന ന്യൂസസിലെ കാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതുപോലെ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ലോക്ക്ഡൌണിന് സമാനമായ ഒരു സാഹചര്യം വരുമെന്ന്. മെയിനായിട്ട് പെട്രോള്, ഡീസൽ, LPG ഇതിന്റെ കേസസിലാണ് ഇൻഫ്ലേഷൻ വരാൻ പോകുന്നത്. വില കൂടുതലും അതുമാത്രമല്ല സപ്ലൈ കുറവുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളും നമ്മളും നടത്തേണ്ടതായിട്ട് വരും. ടോട്ടലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൾഫിൽ മാത്രമായിട്ട് അല്ലെങ്കിൽ ഇറാനിൽ മാത്രമായിട്ട് തുടങ്ങിയ ഒരു ചെറിയ യുദ്ധം ലോകത്തിൽ മൊത്തം വ്യാപിച്ച് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് അത് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം അതിന്റെ സാക്ഷിയാവാൻ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായ ഒരു ജനറേഷനുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അറിയില്ല വരും ദിവസങ്ങൾ എന്ത് സംഭവിക്കുമെന്ന്. എന്ത് തന്നെ ആയാലും നോക്കാം, കാണാം. പുതിയൊരു വീഡിയോയുമായി കാണും വരേക്കും നമസ്കാരം.